ഹായ്. കുറേ ആൾക്കാർ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കമൻസുകളൊക്കെ ഞാൻ വായിച്ചു, കുറേ കമൻസ് വായിച്ചു, കുറേ വായിക്കാൻ പറ്റിയിട്ടില്ല, കുറേ പേർക്ക് മറുപടി കൊടുത്തു. ആക്ച്വലി കുറേ പേർക്ക് സംശയമുണ്ട് ഞാൻ ട്രാൻസ്മെൻ തന്നെയാണോ എന്നുള്ള കുറേ സംശയമുള്ള കമൻസ് കണ്ടു. ഞാൻ ട്രാൻസ്മെൻ തന്നെയാണ്. അപ്പം ഇങ്ങനെ മാറി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6 വർഷമായി ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, അങ്ങനെ ട്രീറ്റ്മെൻറ്റും സർജറിയൊക്കെ ചെയ്തിട്ട് മാറിയ ആളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ മാറ്റം. കുറേ ആൾക്കാർ എൻ്റെ കൈ കണ്ടിട്ട് ആണുങ്ങളെ പോലെയുണ്ട് എന്നൊക്കെ പറയുന്നത്, കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹോർമോൺസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, അതുകൊണ്ടുള്ള മാറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിലിപ്പോൾ വേറെ ഇതൊന്നുമില്ലല്ലോ, ഓൺലി മെയിൻ ഹോർമോൺസ്. സോ ദാറ്റ്സ് വൈ ഈ ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടുള്ള മാറ്റമാണ് ഫിസിക്കൽ അപ്പിയറൻസിൽ. ഓക്കെ, വേറെ ഒന്നുമല്ല. പിന്നെ എൻ്റെ പഴയ ഫോട്ടോക്കാരോ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പഴയ ഫോട്ടോ കാണിക്കാം. ഇതാണ് എൻ്റെ പഴയ ഫോട്ടോ. ഓക്കെ, ഇത് ഏകദേശം 2017-16 ഉള്ള ഫോട്ടോസാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഒട്ടും മനസ്സിലാവത്തില്ല ഞാൻ തന്നെയാണെന്നുള്ളത്. അത് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല ഞാൻ തന്നെയാണെന്നുള്ളത്. എനിക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഞാൻ തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാനും തമ്മിൽ ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പിയറൻസ് വൈസ്. അപ്പോൾ ഇതാണ് ഞാൻ. ഓക്കെ, ഫോട്ടോ ചോദിച്ച ആൾക്കാർക്ക് ഉള്ളതാട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ. പക്ഷെ ഞാനും പറഞ്ഞല്ലോ, എൻ്റർലി ഡിഫറെൻറ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത് ആക്ച്വലി റിപ്പീറ്റേഷനൊന്നുമില്ല കേട്ടോ, പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കുറേ വർഷങ്ങളായിട്ട് ആക്ച്വലി ഞാൻ എൻ്റെ ഉമ്മയെ കാണാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം എനിക്കത് ഇപ്പോഴും ഭയങ്കര സങ്കടമുള്ള സംഭവമാണ്. എനിക്ക് ഉമ്മയെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം നല്ല പോലെ ഉണ്ട്. കാരണം ഒരു സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്, പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് എൻ്റെ ഉമ്മയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ, പക്ഷേ എനിക്ക് ഉമ്മയെ കാണാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു. ഏകദേശം 4-5 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾക്കൊരു ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതെന്നെ മാനസികമായിട്ട് വളരെയധികം തളർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം മിക്കപ്പോഴും ഞാൻ വീട്ടിൽ പോയതൊക്കെ സ്വപ്നം കാണാറുണ്ട്. ഞാൻ ഉറങ്ങുമ്പോഴാണ് വീട്ടിൽ പോയതും വീട്ടിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്വപ്നം കാണും. പണ്ട് വീട്ടിലുള്ളതും സ്വപ്നം കാണും. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസും കാര്യങ്ങളും ഞാൻ സ്വപ്നം കാണാറുണ്ട്. അതിൽ ചിലപ്പം അവർ ഒരുപാട് അങ്ങ് ദേഷ്യപ്പെടാതെ സംസാരിക്കും നോർമലായിട്ട്. ചിലപ്പോൾ അവിടെ എല്ലാവരുടെ ഇടയിൽ ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അവർക്ക് എൻ്റെ സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള കുറേ സ്വപ്നങ്ങൾ കാണും. ഒരു അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ, നെഗ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ സ്വപ്നങ്ങൾ കാണും. അപ്പോൾ ഉമ്മയെ കാണാത്തതിൻ്റെ വിഷമം എനിക്ക് നല്ലപോലെ ഉണ്ട് കേട്ടോ. പല ആൾക്കാരെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിലുള്ള ആളുകളെ കൊണ്ട്, റിലേറ്റീവ്സിനെ കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ട്, പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയുള്ള കുറച്ച് ആൾക്കാരെ കൂടെ സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൗൺസിലർ ഡോക്ടറെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1-2 കൗൺസിലേഴ്സിൻ്റെ സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടു. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. കാരണം അറ്റ്ലീസ്റ്റ് എനിക്ക് കണ്ടാൽ മാത്രം മതി. കണ്ടിട്ട് എനിക്ക് ഉമ്മയെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മളൊരു അത്രത്തോളം അറ്റാച്ച്മെൻ്റാണ് ഉമ്മയായിട്ട്. ഞാൻ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ആയി എന്നൊക്കെ ശരിയാണ്. അതെൻ്റെ അവസ്ഥയും സിറ്റുവേഷനൊക്കെ അങ്ങനെ ആയിരുന്നു. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ഓൾറെഡി അത് സംസാരിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ വിഷമവും കാര്യങ്ങളുണ്ട് ഉമ്മയെ കാണാത്തതുകൊണ്ട്. കാരണം ഏകദേശം 6 വർഷമായി ഉമ്മയെ കണ്ടിട്ട്. അതിന് നല്ലപോലെ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട്. ഉമ്മാക്കും ഒരുപാട് സങ്കടം ഉണ്ടെന്ന് അറിയാം, കാരണം ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ എനിക്കത് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ കോലത്തിലും എൻ്റെ ഇതിലും ഉമ്മാക്കോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ എന്നെ കാണാൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പം അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ഒന്നും, ഐ ആം ഹെൽപ്ലെസ് ഇൻ ദാറ്റ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഒരു കുട്ടിക്ക് ഒരു ഉമ്മയെ കാണാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും സങ്കടമുള്ള സംഭവമാണ്. ജീവിച്ചിരിക്കുന്ന ഉമ്മയെ കാണാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. എന്താ പറയുക, വേറൊന്നും എൻ്റെ മനസ്സിലില്ല. ഉമ്മയെ കാണുന്ന ഒറ്റൊരു ചിന്ത മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് എന്തോ, ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നു, ഇപ്പം ഇങ്ങനെയൊക്കെ ആയി, എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ്. എന്താ പറയുക, ഉമ്മയെ കാണണം, ഉമ്മയോട് സംസാരിക്കണം എന്നുള്ളതുണ്ട്. നമ്മളുള്ളിലുള്ളൊരു വേദന കിടപ്പുണ്ട്. ഉമ്മയടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് വീട്ടിലുള്ള സമയത്ത്. അതെൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ്. അന്നത്തെ ഒരു അവസ്ഥയും മാനസിക പ്രയാസം കൊണ്ട് സംഭവിച്ചു പോയ കുറേ കാര്യങ്ങളാണ്. അതിനൊക്കെ മാപ്പ് പറയണമെന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പം അതാണ് ഉള്ളിൽ കടന്ന് ഇങ്ങനെ നേരിടുന്നത്. വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് കാണുന്നതും ഒരാഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ പോയതൊക്കെ സ്വപ്നം കാണും. അതാണ്.
അപ്പോൾ ഇങ്ങനൊരു വിഷമം എനിക്ക് ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം അതാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി എൻ്റെ ലൈഫിൽ കുറേ ആൾക്കാർ എനിക്ക് ഈ ഉമ്മയുടെ സ്ഥാനത്ത് വന്നിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഉമ്മ തന്നെയാണ്, അതിന് പകരം വെക്കാൻ വേറെ ആളും വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയുള്ള പരിപാടിയോ കാര്യങ്ങളൊന്നുമല്ല, അതിലൂടെ എനിക്ക് കൂടുതൽ താല്പര്യമില്ല. കാരണം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അതൊരു റിയലായിട്ടുള്ള ചിലപ്പോൾ അവർക്ക് ഉണ്ടാവുമായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്കത് അധികം കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. കുറേയൊക്കെ ഒരു ഫേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവർ കാണിക്കുന്ന സ്നേഹം ഒരു റിയൽ സ്നേഹമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആൾക്കാരുടെ മുന്നിൽ കാണിക്കുക മക്കളാണെന്ന് പറയാം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ പരിവാറോ അല്ലെങ്കിൽ ആ കൾച്ചർ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഒപ്പീനിയൻ ആയിട്ടോ പറയണത്. ഇതിപ്പോൾ മൊത്തത്തിലുള്ള ഒപ്പീനിയൻ ആവണമെന്നില്ല, ഞാൻ കണ്ടത് ഞാൻ പറയണത്. ഓക്കെ. അപ്പം അവർക്ക് ആൾക്കാരെ മുന്നിൽ കാണിക്കാൻ മോനാണ് മോളാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിലൊരു സിൻസിയറിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്ത സമയത്ത് ഒരു എക്സ്പീരിയൻസ് പറയുകയാണേ. അവിടെ ഞാനൊരു ഷോപ്പിൽ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. സൂപ്പർ മാർക്കറ്റിലാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എന്നെ നല്ല പോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അമ്മയുണ്ട്. ഞാൻ അവരെ സുനിന്ദാമ്മ എന്നാണ് വിളിക്കുക. സുനിന്ദാമ്മ ട്രിവാൻഡ്രത്താണ് കേട്ടോ. സുനിന്ദ എന്നാണ് പേര്, സുനിന്ദ അമ്മ. ഞാൻ സുനിന്ദാമ്മ എന്ന് വിളിച്ചങ്ങനെ ആയിപ്പോയി. അപ്പോൾ അവർ കമ്മ്യൂണിറ്റി ഒന്നുമല്ല കേട്ടോ, അവർ സാധാരണ സ്ത്രീയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫുഡില്ല, ഞാൻ ഫുഡ് കഴിക്കാറ് ഇല്ല. സത്യം പറഞ്ഞാൽ ഫുഡ് തരാനും ഇല്ല, കഴിക്കാനും ഇല്ല. അതാണ് അവസ്ഥ. കാരണം ഞാൻ താമസിക്കുന്നത് ഒത്തിരി ദൂരമാണ്. ഇങ്ങനെ ഷോപ്പിൽ രാവിലെ 8 മണി മുതൽ 10 മണി വരെ എനിക്കവിടെ നിൽക്കണം. ഫുഡും കാര്യങ്ങളൊന്നുമില്ല. മുഴു പട്ടിണിയാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണി. ഞാൻ വല്ല ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചാലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞിരുന്നു. ഫുഡ് കഴിക്കാതായിട്ട് ആകെ ക്ഷീണിച്ച് എനിക്ക് അസുഖമൊക്കെ ബാധിച്ചു, പനിയൊക്കെ പിടിച്ചു. പനിയും കാര്യങ്ങളൊക്കെ വന്നു, ബോഡിക്ക് നല്ലപോലെ ഇഷ്യൂസായി. ആ സമയത്ത് എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ അമ്മ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും കൊണ്ടുവരും എനിക്ക്. ഓക്കെ, ഈ ടിഫിനിൽ. അപ്പോൾ ഞാൻ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കൊരാളെ ബുദ്ധിമുട്ടിക്കാന്ന് ഭയങ്കര സങ്കടമുള്ള കാര്യം. ഞാൻ കാരണം 1 തവണ 2 തവണ ഒക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് സ്ഥിരമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടുവരും വീട്ടിൽ നിന്ന്. അവർ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും, സാധാരണ ടിഫിൻ ബോക്സിൽ, അതുപോലെ ചോറ് കൊടുക്കും. അപ്പം അത് ഞാൻ കഴിക്കുമായിരുന്നു. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരുന്നു ഒരു എന്താ പറയുക, അമ്മയുടെ സ്നേഹം കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. അപ്പം ഒരു എന്താ പറയുക, ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. അത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ആ വ്യക്തിയെ. കാരണം ഞാൻ അത്രത്തോളം ഭക്ഷണം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം തന്നിട്ടുള്ള ഒരു അമ്മയാണ്. അവരെനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ലൈഫിൽ നമ്മൾ പട്ടിണി കിടക്കുന്ന സമയത്ത് നമുക്കൊരാൾ ഒരു നേരം ഫുഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരെ മറക്കാൻ പറ്റില്ലല്ലോ. അവർ നമുക്ക് അത്രയും വലിയ വിലപ്പെട്ട ആളാണ്. അതിപ്പോൾ മതോ ജാതി ഒന്നും നോക്കുന്നില്ല, മനുഷ്യനായാൽ മതി. ഓക്കെ, അവർ മുസ്ലിമൊന്നുമല്ല, അവർ വേറെ ജാതിയുള്ള കാസ്റ്റും റിലീജിയനും ഒക്കെ. പക്ഷേ അതല്ല, നമുക്ക് ഫുഡ് തന്നോ, നമ്മൾ ജീവനോടുണ്ടോ, നമുക്ക് ആ വിശപ്പ് മാറണം. അതിന് മതവും ജാതിയൊന്നും ഇല്ലല്ലോ, മനുഷ്യൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരെ ലൈഫിൽ മറക്കത്തില്ല. അവരെനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരമ്മയുടെ സ്നേഹമായിരുന്നു എനിക്കുണ്ടാവും. ഞാൻ അവിടെ ഏകദേശം 3-4 മാസം അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം അത്രയും കഷ്ടപ്പെട്ട പണിയായിരുന്നു, പട്ടിപ്പണി എന്ന് പറയാം. എത്രത്തോളം കഷ്ടപ്പാടായിരുന്നു എനിക്കവിടെ. അപ്പോൾ അവരായിരുന്നു ആകെയുള്ള സപ്പോർട്ടും സമാധാനമൊക്കെ. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യും, സംസാരിക്കും. ഇപ്പോഴും ഇടയ്ക്കൊക്കെ വിളിക്കും, സംസാരിക്കും. എന്നെ ഒരു മകനെ പോലെയാണ് നോക്കുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, ഉപദേശങ്ങൾ തരും. നല്ലൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ കേട്ടോ സുനിന്ദാമ്മ എനിക്ക് തരാറ്. അതുകൊണ്ടാണ് എടുത്ത് ഞാൻ വീഡിയോയിൽ അവരുടെ പേര് മെൻഷൻ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷേ അവരവിടുന്ന് പിന്നെ പോയി. കാരണം ആക്ച്വലി പോകാൻ കാരണമുണ്ട്. ഞങ്ങൾ ഒരു അമ്മയും മോനുള്ളൊരു ബന്ധമായിരുന്നു അവിടെ ആ സ്ഥാപനത്തിൽ. പക്ഷെ അവിടുത്തെ മുതലാളിമാർക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടില്ല സത്യത്തിൽ. കാരണം അവർ ഇങ്ങനെ ഫുഡ് കൊണ്ടുവരുന്നതും എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതും ഈ ഭാരമുള്ള പണികളൊക്കെ ചിലപ്പോൾ അവരെന്നോട് പറയുകയും ചെയ്യേണ്ടതെന്നൊക്കെ പറയും. കാരണം അവർക്ക് എൻ്റെ അവസ്ഥ അറിയാം, അതുകൊണ്ട് സർജറിയൊക്കെ ചെയ്ത് വന്നില്ല. അപ്പോൾ കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോഡും കാര്യങ്ങളും ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കുകൾ എനിക്കവിടെ ഉണ്ടായിരുന്നു. പട്ടിപ്പണി ചെയ്യിപ്പിക്കും എന്നെക്കൊണ്ട്. ലോഡും കാര്യങ്ങളും ഭാരെടുക്കലും ഇറക്കലും ഒരുപാട് പണിയുണ്ട്. അപ്പോൾ എന്നോട് അതിങ്ങനെ ചെയ്യണ്ടെന്ന് പറയും. അപ്പോൾ ആ രീതി എന്താ പറയുക, എന്നൊരു സ്നേഹം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇത് കണ്ടിട്ട് പിന്നെ ഇവരെന്നോട് കാണിക്കുന്ന സ്നേഹം കൊണ്ട് അവിടുത്തെ മുതലാളിമാർ ഇത് കണ്ടിട്ട് അവർക്ക് ആകെപ്പാടെ ബേജാറെന്ന് പറയാം, ബുദ്ധിമുട്ടെന്ന് പറയും. അപ്പോൾ അവരവിടുന്ന് പിരിച്ചു വിട്ടു. ഞാൻ കാരണം പോയി പിരിച്ചു വിട്ടു തന്നെ എനിക്ക് പറയാൻ പറ്റും.
ഞാൻ കാരണമാണ് അവരെ ജോലി നഷ്ടപ്പെട്ടത്. എനിക്കത് ഭയങ്കര അധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം അവരവിടുന്ന് പോയി, പിന്നെ ഞാൻ പട്ടിണിയായി, എനിക്ക് ഫുഡില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ പറയുക, അതൊന്ന്. രണ്ടാമത് ഞാൻ കാരണം ഒരാൾ ജോലി നഷ്ടപ്പെട്ടു, ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ അവിടുന്ന് പോയി. ഇതെല്ലാം കൂടെ ആയിട്ട് ഒന്നാമത് എനിക്ക് ആരുമില്ല. അപ്പോൾ എനിക്കിത് ആകെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ടും ആകെ ഉണ്ടായിരുന്ന ഒരു ഇതും ഇവരായിരുന്നു, ഇവരുടെ സ്നേഹവും കാര്യങ്ങളായിരുന്നു. ഇവരവിടുന്ന് പോയപ്പോൾ ഞാൻ മെൻ്റലി ഡൗൺ ആയി. മെൻ്റലി ഡൗൺ, എനിക്കവിടെ നിൽക്കാൻ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ അവിടുന്ന് കുറച്ച് കാലം വർക്ക് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ഇറങ്ങാനുള്ള കാരണം ഉണ്ടായിരുന്നു, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബാഡായിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ആ കടയൊന്നും ഇല്ല കേട്ടോ, അവരൊക്കെ പൂട്ടി. അവരവിടെ എന്താ പറയുക, ഒക്കെ പൂട്ടി കെട്ടിപ്പോയി. ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ആൾട്ടർനേറ്റീവ് സ്നേഹം കാര്യങ്ങളൊക്കെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഉമ്മ, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന എൻ്റെ ഉമ്മയുടെ സ്നേഹം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് വലുതാണ്. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോഴും ഞാൻ ഉമ്മയെ ഓർക്കും. കാരണം ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ആയാലും ചോറായാലും നെയ്ച്ചോറായാലും വാട്ടെവർ ഫുഡ് കറിയാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇതുവരെ എവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അത് ഉമ്മയുടെ സ്പെഷ്യലാണ്. ഞാൻ ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാലും എനിക്ക് ആ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. എവിടെ നിന്ന് കഴിച്ചാലും അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഞാൻ ആ സ്വാദും കാര്യങ്ങളൊക്കെ ഉപ്പിടുപ്പിടിൻ്റെ നാവിലുണ്ട്. അത് ഭയങ്കര മിസ്സിങ് ആണ് എനിക്ക് പലപ്പോഴും. പലതും മിസ്സിങ് ആണ്, ഫുഡിൻ്റെ കേസ് മാത്രമല്ല, പലതും മിസ്സിങ് ആണ്. അപ്പോൾ ഇതൊക്കെ വല്ലാതധികം മിസ് ചെയ്യുന്നുണ്ട് ഞാൻ, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാനെ. അപ്പോൾ ഞാനിപ്പോഴും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എൻ്റെ ഉമ്മയെ കാണണമെന്നാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ. എന്തെങ്കിലും കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പ്രതിസന്ധികളൊക്കെ മാറുകയാണെങ്കിൽ എന്തെങ്കിലും കാണാൻ ഞാൻ ഏറ്റവും വലിയ ഇതിൽ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും സങ്കടമുള്ള വേറെ സംഭവം പറയുകയാണെങ്കിൽ, ഒരു 2 വർഷം മുമ്പ് എൻ്റെ വല്യമ്മ മരിച്ചു, ഉമ്മാൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മാൻ്റെ ഉമ്മാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വീട്ടിലെ സമയത്തൊക്കെ ഉമ്മാൻ്റെ ഉമ്മയുടെ കൂടെയാണ് കിടക്കലൊക്കെ, ഞങ്ങൾ ഒന്നിച്ചാൽ കിടക്കുക. അപ്പോൾ ഉമ്മാൻ്റെ ഉമ്മക്ക് ചെവി കേൾക്കത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ റൂമിലെ ഉമ്മാൻ്റെ ഉമ്മ കിടക്കുക, വല്യമ്മ എന്ന് പറയും. അപ്പോൾ വല്യമ്മക്ക് പെട്ടെന്നായിരുന്നു ക്യാൻസർ വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷമാണ് ക്യാൻസർ വന്നത്. അപ്പോൾ ക്യാൻസർ വയറ്റിലായിരുന്നു ക്യാൻസർ. അപ്പോൾ ഞാനത് അറിഞ്ഞത് ഭയങ്കര വൈകിയാണ് അറിഞ്ഞത്, ക്യാൻസറാണെന്നുള്ള കാര്യം. ഞാനത് അറിഞ്ഞത് ഭയങ്കര ലേറ്റായിട്ടാണ്. വല്യമ്മ മരിക്കണതിൻ്റെ 10 ദിവസം മുമ്പ് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ക്യാൻസറായിട്ട് ഇങ്ങനെ കിടക്കുക എന്നുള്ള കാര്യം. അപ്പോൾ തന്നെ ഞാൻ എനിക്ക് നാട്ടിൽ പോകാനുള്ള ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. കാരണം എനിക്ക് വല്യമ്മാനെ കാണണം. വല്യമ്മാനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ട്, മാനസികമായിട്ട് ബുദ്ധിമുട്ട്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ എല്ലാവരോടും യാത്രക്ക് പറഞ്ഞു. പക്ഷേ ആരോ എന്നോട് പറഞ്ഞു, ഇനി വീട്ടിലൊന്ന് വിളിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താ റിയാക്ഷൻ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വിളിച്ചു. എൻ്റെ ഫാദറാണ് ഫോൺ എടുത്തത്. ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ബെഗ് ചെയ്തു. ഞാൻ വന്നൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകുന്നോളാം, അവിടെ നിൽക്കുകയൊന്നുമില്ല, ആരും അറിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ ബെഗ് ചെയ്തു. പക്ഷെ സമ്മതിച്ചില്ല. അങ്ങനെ ആ ദിവസം വല്ലാത്തൊരു ദിവസമായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. സങ്കടം കൊണ്ട് സങ്കടം. ഞാൻ രണ്ടും കൽപ്പിച്ച് പോകാൻ വരെ ഒരുങ്ങി. അവരെന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് പോലും. കാരണം എനിക്ക് വല്യമ്മാനെ കാണണം. വല്യമ്മാൻ്റെ സ്റ്റേജ് അത്രയും മോശമാണെന്നുള്ള കാര്യം ഞാൻ പിന്നെ അറിഞ്ഞു. അപ്പോൾ എനിക്ക് അവസാനമായിട്ടെങ്കിലും ഒന്ന് കാണണം എന്നുള്ള അത്രത്തോളമുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അത്രത്തോളമുള്ള ആ വലിയൊരു ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ ഒരു എന്താണ് പറയുക, അത്രത്തോളം കഠിനമായിട്ടുള്ള ഒരാഗ്രഹം. പക്ഷേ എൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു നീ പോകണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചു. കാരണം പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ്, കമ്മ്യൂണിറ്റി അല്ല, എൻ്റെ കൂടെ അന്ന് പഠിച്ചിരുന്ന കുറച്ച് ഫ്രണ്ട്സ്, ഞാൻ അന്ന് പഠിക്കുകയായിരുന്നു, ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുംബൈയിൽ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ ഇഷ്യൂ ആയിരിക്കും, പോകണ്ടായ. കാരണം എൻ്റെ ഫാദർ അത്രത്തോളം അഗ്രസീവായിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ ഫാദർ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു, ഏകദേശം അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു വല്യമ്മ മരിച്ചു എന്നുള്ളത്. ആ ദിവസം എൻ്റെ ലൈഫിലെ ഏറ്റവും ബാഡ് ഡേ ആയിരുന്നു, ഞാൻ അത് പറയാം. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്ന ദിവസമായിരുന്നു ഏറ്റവും വലിയ ബാഡ് ഡേ. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ വല്യമ്മ മരിച്ച ദിവസം അത് ബാഡ് ഡേ ആയിരുന്നു. എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ പള്ളിയിൽ പോയിരുന്ന് കരയായിരുന്നു, മോസ്ക് പോയിരുന്ന് കരച്ചിലായിരുന്നു. കാരണം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ആരെന്നെ സമാധാനിപ്പിക്കാനുള്ളത് ആരും ഉണ്ടായിരുന്നില്ല. ഒരു വല്ലാത്ത ദിവസമായിരുന്നു. എന്താ പറയുക, കുറേ പള്ളി പോയിരുന്ന് കരഞ്ഞ്, ലൈബ്രറി പോയിരുന്ന് കുറച്ച് നേരം കരഞ്ഞ് ഉറങ്ങിപ്പോയി. ഞാൻ ആരൊക്കെ വന്നിട്ട് വിളിച്ചു എണീപ്പിച്ചു. എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. എന്താ പറയുക, ഞാൻ എന്നിട്ട് അത് റെഡിയായത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ, 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ റെഡിയായത്. ആരോട് പറയാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര എന്നെ കാണാൻ സമ്മതിച്ചില്ല, അവസാനം പോലും എന്നെ കാണാൻ സമ്മതിച്ചില്ല. അപ്പോൾ അത്രത്തോളം വിഷമവും കാര്യങ്ങളും ഞാൻ അനുഭവിച്ചു എന്ന് പറയും, മെൻ്റലി. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ.
ഇതൊന്നും ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ, ഒന്ന് വീട്ടുകാരെ കുറ്റപ്പെടുത്തി പറയല്ല. ചിലപ്പോൾ അവർക്കും ഉണ്ടാവും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് എന്നെ മാറ്റി നിർത്തുന്നത്. എനിക്കറിയാം അതാണ് കാരണം. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചത് എൻ്റെ വിഷമവും കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അല്ലാതെ ഇത് ഒരാളെയും ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾ വിചാരിക്കണ്ട ഇത് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്, ഒരിക്കലുമല്ല. ഞാൻ എൻ്റെ വിഷമം എനിക്ക് പറയണമല്ലോ ആരോടെങ്കിലും, അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം അവരുടെ സാഹചര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാം, ഞാൻ അവരെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, ഇത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്, എനിക്കെല്ലാം കൂടെ പറയാൻ പറ്റില്ല. വന്നിട്ടൊരു വീഡിയോ വന്നിട്ട് എല്ലാ കഥയും കൂടി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചായിട്ട് പറഞ്ഞു തന്നെ ഓരോ കാര്യങ്ങൾ. അപ്പം എൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറേ ആൾക്കാർ നല്ല കമൻറ്റ്സ് ബാഡ് കമൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഇറ്റ്സ് ഓക്കെ, ഞാൻ അതും ആ രീതി അക്സെപ്റ്റ് ചെയ്യുകയാണ്. കാരണം ഓരോരുത്തരും ഇഷ്ടമല്ലേ. പിന്നെ ഞാൻ ഒരിക്കലും ചില ആൾക്കാർ പറയുന്നുണ്ട് ഇസ്ലാം മതത്തിനെ അംഗീകരിക്കുന്ന ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളും മനുഷ്യരാണല്ലോ, എന്താ പറയുക, അങ്ങനെയൊക്കെ അവസ്ഥയിലൂടെ പോയ മനുഷ്യനാണ്. അപ്പോൾ നമ്മളൊക്കെ അറ്റ്ലീസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണ്ട, പക്ഷേ മനുഷ്യരായിട്ട് കാണാം. ഓക്കെ, പിന്നെ എന്നെ എല്ലാവരും വേറെ ഇതിൽ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ക്യൂരിയോസിറ്റിയാണ് എന്നെ കാണുമ്പോൾ, ഞാനിങ്ങനെ മാറിയ ആളായതുകൊണ്ടും ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ക്യൂരിയോസിറ്റി. പക്ഷേ അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർക്ക് ആ ക്യൂരിയോസിറ്റി ഇല്ല. കാരണം അവരെന്നെ സ്ഥിരം കാണുന്നുണ്ടോ, എൻ്റെ സംസാരിക്കുന്നുണ്ടോ, അവർക്ക് എന്നെ അറിയാം. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഇല്ല, അവരെന്നെ നോർമലായിട്ട് തന്നെ കാണുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒരു സംഭവമായിട്ടൊന്നും അവരെന്നെ കാണുന്നില്ല. അങ്ങനെ തന്നെ കണ്ടാൽ മതി. കാരണം നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രത്യേക സംഭവമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമില്ല. നമ്മൾ നോർമൽ മനുഷ്യൻ. ഓക്കെ, നോർമൽ ഒരു ചെക്കൻ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.